ജയിലിലെ മുട്ടയ്ക്കൊന്നു ഇപ്പൊ സ്വാദില്ലാതെ വന്നിരിക്കുക. അത് ഭായി പച്ചമുട്ട കുടിച്ചോണ്ട് തോന്നിയായിരിക്കും. ഈ പച്ചമുട്ടയുടെ ഗുണം സാറിന് അറിയാൻ മേലാഞ്ഞിട്ട്. ഇത് കുടിച്ചു കുടിച്ചല്ലേ എന്റെ ശരീരം ഇതുപോലായത്. പിന്നൊരു കാര്യം, സൂപ്പറണ്ട് സാറോട് പറഞ്ഞേക്കണം, ഞമ്മക്ക് കുറച്ച് ഫോറിൻ ബ്ലേഡ് വാങ്ങിത്തരാം. പറയാം. ഇവിടുത്തെ കത്തി കൊണ്ട് പഠിച്ചു പഠിച്ച് മുഖം പട്ടി കടിച്ച പോലെ. സാറിന് വന്നേ, ഞമ്മക്കൊരു കാസറ്റ് വേണം. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ കാസറ്റ്. മനസ്സിലായി. ഞമ്മക്ക് കുടിക്കാൻ ചൂടുവെള്ളം റെഡി ആയിക്കോളാൻ പറ. ഇത്തവണ നമ്മൾ ഗംഭീരമാക്കും. അടുത്തായിട്ട് നോക്കാം. 1 2 വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ അവിടെ പോയി കിടക്കായിരുന്നു. രാവിലെ റിഹേഴ്സലിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവന് പൊട്ടു പിടിച്ച ഇതെവിടെ നിൽക്കടേ വാക്മാൻ? ഇതെന്റെ കൊച്ചാപ്പ എന്നതാണ്. നിന്റെ കൊച്ചാപ്പല്ലടാ കഴിഞ്ഞ മാസം മരിച്ചത്. എടാ, ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ, ഇത് ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കൽ പാവയെ താഴ്ത്തിന് അനുഭവിച്ചറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്. അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാര് നമ്മളെ പൊക്കാൻ വന്നത്. റൈറ്റ്. താങ്ക്സ്. സോറി. എന്താ എത്ര തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിമിക്രിയിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്നത് ഞാൻ അവരുടെ. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. സാബു എന്താടാ? കാഞ്ഞിരപ്പള്ളിയിൽ ബോംബ് വീണാ? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് ചങ്കിലാ ബോംബ് വീഴാൻ പോകുന്നു. അയ്യോ, എപ്പോ? സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. നീ ഇവിടെ തന്നെ നിൽക്കേ. ചായ മേടിച്ചാരാണ് മയ്യത്ത് വിളിച്ചതാ. പരിപ്പോടെ മേടിച്ചാരാണ്. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രോഗ്രാമൊക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളേർക്കൊക്കെ എഴുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല. തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ, ഞാൻ സന്ധ്യക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ ഇവിടെ നിൽക്കേ. അച്ഛൻ വരികയാണെങ്കിൽ പറയണം. സന്ധ്യക്ക് ഫോൺ ചെയ്യണെന്ന് പറയാം. സന്ധ്യക്ക് ഫോൺ ചെയ്യാതെ അല്ലെന്ന് പറയാം. അതല്ലടാ, അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. ഇവിടെ നിൽക്കേ. അയ്യോ, തന്റെ എന്തായി പറയുന്നത്? ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ അറിഞ്ഞാലെന്താ? പരിപാടി ബുക്കിയെന്ന് അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണല്ലോ. സന്ധ്യക്ക് ഒരു 6:30 മണിക്ക്. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. സോറി. ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. എന്തായി പറയുന്നത്? പെണ്ണാണച്ചോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്. ഹലോ സെക്രട്ടറി. സാബു അല്ല, ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കണേന്ന്? ഹലോ
അപ്പേ കട്ട് ചെയ്തു. എന്തിനാടാ കട്ട് ചെയ്തത്? കട്ട് ചെയ്തതല്ല, ഡിസ്കണക്ഷൻ ആയതല്ലേ. അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നത്? ചിലപ്പോ അച്ഛനെ പേടിച്ചിട്ടായിരിക്കും. എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? എന്തിനോടാ ചിരിക്കുന്നത്? ഇക്കിളിയാണല്ലോ. അച്ഛന്റെ നമ്പർ കൊള്ളാം. അച്ഛനെ നമുക്ക് മിമിക്രി ചേർക്കാറാ. വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കളൊന്നേ. ഓ, ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ. അല്ല, കർദിനാൾ മരിച്ചു കഴിയുമ്പോ മെത്രാന്റെ പടം വെക്കാൻ. അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം, ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ? മോനെ വന്നേ. എത്തിയല്ലോ ഹിപ്പോപ്പൊട്ടാമസ്. യവനെയൊക്കെ കാവൽ നിർത്താൻ പോയ നിന്നെ വേണം തല്ലാൻ. അത് ശരിയാണ്. എന്നാ തല്ലടാ. നീ അത് മറ്റടത്ത് നോക്കി നിന്നിരുന്നു. ആര് നോക്കിയെന്ന്? ഞാനല്ലേ നോക്കിയത്. ആ പെണ്ണാണ് എന്നെ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ നോക്കിയത്. അപ്പൊ ആ പെണ്ണ് എന്നെ നോക്കിയടാ. അപ്പോഴാണ് അച്ഛൻ എന്നെ നോക്കിയത്. ആ, എടാ സന്ധ്യയുടെ ഒരു വിവരം അറിയാൻ പറ്റിയിട്ടില്ല. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കല്യാണം കലക്കി തന്നാ പോരെ. എങ്ങനെ? അതിനൊരു വഴിയുണ്ടടാ. പറ. കല്യാണത്തിന്റെ അന്ന് വെളുപ്പിനെ നമുക്ക് സന്ധ്യയുടെ കുളിമുറി കയറി ഒളിച്ചിരിക്കാം. എന്തിന്? കുളിക്കാനാ? എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ആലോചിക്കാം. കല്യാണത്തിന്റെ അന്നാക്കണ്ട, നീ ഇന്നേ ആ ബാത്റൂമിൽ പോയിരുന്ന് ആലോചിക്കും. അത് കറക്റ്റ്. കല്യാണം മുടക്കാൻ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. അതെന്റെ കയ്യിലും ഉണ്ട്. ഈ ജംഗ്ഷനിൽ വരാതെ ഒരു വണ്ടിക്കും സന്ധ്യയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എടാ, ഇനി വല്ല കുറുക്ക് വഴിയുടെ അങ്ങനെ ഒരു നടന്നു പോയാലോ? ഒന്ന് പോടേ. പെണ്ണാണോ വരുന്നത്, നടന്നാണോ വരുന്നത്? പിന്നെ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ അല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിയും. എടാ, പെണ്ണ് കാണാൻ വരുന്നവർക്ക് ഒരു സ്റ്റൈലുണ്ട്. കാനഡയിൽ എഞ്ചിനീയർ ആകുമ്പോ നല്ല വെളുത്ത് സുന്ദരനായി എന്നെ പോലെ ഇരിക്കും. അതുമല്ല, കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ നല്ല റബ്ബർ പാലിന്റെ മണം ഉണ്ടാവും നിന്നെ പോലെ. ചവിട്ടീന്റെ കോട്ടയം രജിസ്ട്രേഷനാ. നിറച്ച ആൾക്കാരും ഉണ്ട്. ഇത് തന്നെ സംഭവം. പറഞ്ഞോ. നീ ജീവിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അതങ്ങ് ജോണിക്കുട്ടി. ഇവനെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവർ തന്നെയല്ലേ? അതെ. തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ 2 ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത്. എന്തൊരു പരീക്ഷയാണിത്. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി യവനുമായി ഘോര പ്രേമത്തിലാണ്. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേറെ വിവാഹം നടക്കുകയാണെങ്കിൽ യവൻ പിന്നെ ജീവിച്ചിരിക്കില്ല മുതലാളി. അയ്യോ, കരയാതെ ജോണി. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. മുതലാളി നല്ല ബുദ്ധിയുള്ള ആളാ. നമ്മളീ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ക്ഷേമൂഷിയും മുതലാളിക്കുണ്ട്. അല്ലേ മുതലാളി? ഇപ്പൊ എങ്ങനെയുള്ളൂ? തനിക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ. അയ്യോ, അവര് വലിയ കുടുംബക്കാരാ. ഓരോടുന്ന് അവന്റെ ഒരു കുടുംബ മഹിമ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് നേരിൽ കാണാൻ പറ്റി. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാൽ മിണ്ടരുത്, വണ്ടി കയറ്. വളരെ സന്തോഷം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിന്റെ ആവശ്യം തന്നെ. മുതലാളിയെ പോലുള്ളവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. വരട്ടെ. പെട്രോൾ ഉണ്ടല്ലോ. വണ്ടി വീട്ടിൽ നേരെ റിവേഴ്സ് എടുത്ത് പോയാൽ മതി. നീ എന്തിനാ കരയുന്നു? എന്തിനാന്ന്? അവര് പോയത് കണ്ട് കരഞ്ഞു പോയതാണ്. ഒന്ന് ഫോൺ ചെയ്തു. 1 10 ചെയ് സാറേ. ഹലോ സന്ധ്യ, ഞാനാണ് സാബു. കാഞ്ഞിരപ്പള്ളിക്കാരുടെ കല്യാണം കലക്കിയിട്ട് എന്താ അവിടുത്തെ റിയാക്ഷൻ? കല്യാണം കളിക്കുന്നു? ആര്? ആ, സന്ധ്യയെ കാണാൻ അവര് വന്നപ്പോ നമ്മുടെ ഉണ്ണി നിസാമും കൂടെ വഴി തടഞ്ഞു നിർത്തി ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചയച്ചില്ലേ? സാബു എന്തായി പറയുന്നേ? അവരോട് വന്ന് എന്നെ കണ്ടിട്ട് പോയല്ലോ. വന്ന് കണ്ടിട്ട് പോയെന്നോ? എടാ, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരെ കലക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് സന്ധ്യ കണ്ടിട്ട് പോയെന്നാണല്ലോ പറയുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാർ കലങ്ങില്ലടേ. കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്? ഇതുപോലെ കാഞ്ഞിര വെച്ചത് ആരുമായിരിക്കും. ആ, കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്. സാബു എന്തൊക്കെയായി പറയുന്നേ?
കല്യാണം ഉടനെ തന്നെ നടത്തണമെന്ന് തീരുമാനം എടുത്തിട്ട് അവര് പോയത്. സാബുവിന് എല്ലാം ഒരു തമാശയാ. ഇനി ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ആള് മാറിപ്പോയതായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം. ലൈൻ ക്ലിയർ ആയില്ലേ സാറേ? ലൈൻ ക്ലിയർ ആവാതെ പിന്നെ സംസാരിക്കാൻ പറ്റുമോ? മറ്റേ ലൈൻ അതൊന്ന് ക്ലിയർ ആക്കാനുള്ള പാടാണോ ഈ പറഞ്ഞത്? മറങ്ങണ്ട. നീ കല്യാണം കലക്കൂല. എന്റെ പൊന്നാച്ചോ, അവൻ ഈ കല്യാണം മുടക്കും. പയ്യന്റെ കാഞ്ഞിരപ്പള്ളിയിലെ വീടും വിലാസവും ഒക്കെ സന്ധ്യ വഴി അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കളിയൊന്നും വേണ്ടാന്ന് അച്ഛൻ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരേ ഒരു മോളാണച്ചോ ഈ മിമിക്രിയും കാണിച്ച് നടക്കുന്നവന്. എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്നാ അച്ഛൻ പറയുന്നതെങ്കില് അത് പറ. കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. സാബു അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അച്ഛനാ നഷ്ടം. മിമിക്സ് ട്രൂപ്പിലേക്ക് വേറൊരാളിനെ നോക്കേണ്ടി വരും. അവരധിക ചെലവായില്ലോ അച്ചു. എന്താ നോക്കണോ? വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ, ആരാട്ടോ പോയത്? അതെന്റെ അമ്മായിയപ്പനാ. വിളിക്കോ അയാളെ? ഹലോ, അയാളില്ലെന്ന്, സാബുവിനെ. അവനെന്ന് ഞാൻ കൊല്ലും. അച്ഛൻ എന്നെ കൊന്നാലും ശരി, സന്ധ്യ എനിക്ക് മറക്കാനാവില്ലച്ചോ. അതെന്താ? അത്രയ്ക്ക് ആത്മീയമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആത്മീയോ? അപ്പൊ ഭൗതികല്ലേ? എങ്കിൽ എന്റെ മോര് കാര്യം ചെയ്യും, വേഗം നീ ഒരു അച്ഛനാവാൻ നോക്ക്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാന്നൊക്കെ പറയുന്നത് മോശമല്ലേ അച്ചോ? അയ്യടാ, നിന്റെ ഒരു പൂതി സെമിനാരി പോയി ചേരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതാണല്ലേ ആത്മീയം. നീ എന്നെയാണോ ആത്മീയം പഠിപ്പിക്കാൻ പോകുന്നത്? 7 കൊല്ലം സെമിനാരിയിൽ ആത്മീയം പഠിച്ചിട്ട് ഈ അടുത്തുവരെ ആത്മീയം എന്റെ കൈ വിട്ടു പോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണോ നിനക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ആത്മീയം ഉണ്ടാവുന്നത്? അതൊന്നും പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. അച്ഛന് മനസ്സിലാവും, പക്ഷെ സന്ധ്യയുടെ അച്ഛൻ ചെറിയാച്ചന് മനസ്സിലാവില്ലല്ലോ. ചെറിയാച്ചൻ ചില്ലറക്കാരനൊന്നും അല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഇന്നിനി സരള വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കാണാൻ സള്ള വരാന്ന് പറഞ്ഞു. സരള ബസ്സാണടാ. എന്റെ തൊണ്ട ആകെ പ്രോബ്ലം ആയിരിക്കുക. എന്തോ നാളെ ആണെങ്കിൽ സെന്റ് തെരേസസ് കോളേജിൽ പ്രോഗ്രാം ഉള്ളതാ. ആ ജിമ്മി എവിടെ പോയി കിടക്കുക? ശരിക്കും റിഹേഴ്സൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെമ്പിള്ളേരുടെ കോളേജ് ആയതുകൊണ്ട് അവൻ റിഹേഴ്സലിന് വന്നില്ലെങ്കിലും പ്രോഗ്രാമിന് വരാതിരിക്കില്ല. വല്ലതും തരണേ സാർ. സാർ, റിവേഴ്സ് എടുക്ക. എന്താ കാറ് നിർത്തിയത്? എന്റെ തനിച്ചുള്ള മിമിക്രി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും. യവന്മാരാ? ആളുകളാണ് യവന്മാരെ അങ്ങനെ വിട്ടൂടാ. നീയൊക്കെ ചേർന്ന് എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുമല്ലോ. ആര് മുടക്കി? എന്ത് മുടക്കി? എപ്പോ മുടക്കി? ആരുമായിട്ടാണ് എന്റെ പെങ്ങൾക്ക് പ്രേമം? അത് നിങ്ങളുടെ പെങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. യവനുമായിട്ടാണെന്ന് താനെന്തിനാ ഓടിയത്? എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ ഓടിയത്. ഞാൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിയതാ. കൂട്ടത്തിലെ എന്നെ രക്ഷിക്കണ്ടേ? പ്രേമിച്ചടക്കം അവനും ഓടാ. നമ്മൾ പ്രേമിക്കേ? ഏയ്, പ്രേമൊന്നുമല്ല. അത് നമ്മുടെ മിമിക്രിയിലെ പുതിയ ഐറ്റമാണ്. അതായത് പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തരെ അൽസേഷൻ ആയിട്ട് ഓടിക്കുന്നത്. വാതിൽ മുട്ടു. എന്റെ എനിക്ക് തല കറങ്ങുന്നു. എന്നെ മുട്ടണ്ട, ഞങ്ങൾ കീഴടങ്ങി. ഇനി ഉപദ്രവിക്കരുത്.
തുറക്കടോ. ഞാനാ, അച്ഛനാ. അച്ഛനാ? അവരല്ല. എന്താടോ കാര്യം? ഞങ്ങൾ എല്ലാവരും കൂടി വെറുതെ ഒന്ന് ഓടി നോക്കിയതാ. വെറുതെ ഓടിക്കളിക്കാൻ ഇതെന്താ കോളേജ് ഗ്രൗണ്ടോ? എക്സർസൈസ് കഴിഞ്ഞ് റിഹേഴ്സൽ തുടങ്ങാന്ന് കരുതി. എക്സർസൈസ് ചെയ്യുമ്പോ നിലവിളിക്കാറുണ്ടോ? അത് ശബ്ദം ശരിയാക്കാൻ വേണ്ടി സാധകം ചെയ്തതാണോ? അയ്യോ രക്ഷിക്കണേ, ഓടി വരണേ, കൊല്ലല്ലേ. നിർത്തണോ? ഇവിടെ സാധകവും മോദകവും ഒന്നും വേണ്ട, മിമിക്രി മാത്രം മതി. ഇവനെന്ത് പറ്റി? പൂവാറായ? ഊണ് കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. എന്താ പിന്നെ കിടന്നടോ? ഓ ഇപ്പൊ ഇല്ല, രാവിലെ അല്പം. ഓ ഓ, എന്താ എല്ലാവരും ഇവിടെ കൂടി നിൽക്കണേ? ഇവിടെ എന്താ വല്ല പാമോയിലും കൊടുക്കണ്ടോ? ഇതെന്താ മാവേലി സ്റ്റോർ ആണോ? ഓ അയ്യോ, പോയോ? ഒന്ന് വേഗം പോയി, ഇപ്പൊ പോയ ബസ് കിട്ടും. നീ എന്നാ അങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത്? ലതേ, ഞാൻ വരാമേ. ലതയുടെ അമ്മച്ചി പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ലതേ ഒന്ന് വന്നേ, ഇപ്പൊ വരാം. ദേ മിമിക്രിക്കാരൻ വന്നിട്ടുണ്ട്. ആര്? ഉണ്ണിയോ? ആ, നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കും. ഞാൻ ഇപ്പൊ വന്നേക്കാം. അമ്മേ, ഞാൻ മദറിനെ കണ്ടിട്ട് ഇപ്പൊ വരാം. മദറിന് എപ്പോഴും ആരെങ്കിലും അടുത്തിരുന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പൊ ലതയെ കിട്ടാൻ ഇമ്മണി നേരം ആണോ? ചെല്ല് ചെല്ല്, ഓടി വിടുന്നു. നല്ല ആളുകളാ. ആ, വഴിതടൽ സമരം പൊളിഞ്ഞല്ലേ? കാഞ്ഞിരപ്പള്ളിക്കാരൊന്ന് പെണ്ണ് കണ്ട് പോയ ഉടനെ സന്ധ്യ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അത് പിന്നെ കാഞ്ഞിരപ്പള്ളിക്കാർ കയറി വരേണ്ട സമയത്ത് വേറെ പാർട്ടിക്കാർ വന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? അല്ലെങ്കിലും നിങ്ങൾക്ക് അബദ്ധമല്ലേ പറ്റാറുള്ളൂ. ദേ, ഇവിടെ അധികം നേരം ഇന്ന് സംസാരിക്കണ്ട. കോഴിക്കോട്ട് നിന്ന് അമ്മ വന്നിട്ടുണ്ട്. എന്താ വന്നത്? അടുത്ത മാസം എന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പോവാ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഒരു വഴിതടയൽ സമരം വേണ്ടി വന്നേക്കും. നിന്റെ അമ്മ വരുന്നുണ്ട്. അയ്യോ അമ്മ, നമുക്ക് നാളെ കാണാം. അയ്യോ അയ്യോ, അങ്ങോട്ട് പോവല്ലേ. പിന്നെ ഇങ്ങോട്ട് പോവാം. അങ്ങോട്ടല്ല, പുറത്തേക്ക് പുറത്തോട്ട് പോയാൽ പറ്റില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അയ്യോ വേണ്ട, നമുക്ക് നാളെ സംസാരിക്കാം. അതല്ല, എന്റെ ഒരു പുതിയ മിമിക്രി ഐറ്റം ഉണ്ട്. എന്റെ ലേറ്റസ്റ്റ് മിമിക്രി ഐറ്റം കേൾക്കണ്ടേ? വേണ്ട, എനിക്ക് അമ്മയെ കേൾപ്പിക്കാം. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടാന്ന്. പറ്റില്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ പോയാ പറ്റില്ല, സംസാരിച്ചിട്ട് പോയാ. ആരാ? ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാ. റൂം മാറിപ്പോയി, പിന്നെ വരാം. അല്ല വരില്ല, വേറെ ആർക്ക് പറയരുത്. നിന്റെ അച്ഛന്റെ നിർബന്ധമാ നീ കോഴിക്കോട്ട് വന്ന് താമസിക്കണമെന്ന്. ഈ വർഷം കൂടി ഒന്ന് കഴിഞ്ഞോട്ടമ്മേ. അതൊന്നും പറ്റില്ല മോളെ. ആ, മദർ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ വരും. എന്താ മോളെ? ഒന്നുമില്ല ഒന്നുമില്ല. ആരംഭിക്കുകയാണ്. ഇന്നത്തെ ട്രെൻഡിൽ രാമായണം ഹിന്ദിയിൽ സിനിമയിൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ ഒരു ട്രെയിലർ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. बहनों और भाई, आप सोचते होंगे कि नासिर हुसैन की फिल्म बहुत दिनों से क्यों नहीं आई? पास के थिएटर में आ रहा है रामायण 1992। राम के रोल में आपका प्यारा अमिताभ बच्चन। रावण, ऐसे रिश्ते में हम तुम्हारे बाप होता है, नाम है रामचंद्र शाह। रावण के रोल में सुपर विलन अमजद खान। राम का बेटा, मैं तुझे जिंदा नहीं छोड़ूंगा, समझे? सुपर एक्टिंग टीम। हेलीकॉप्टर फाइट। ഒരു പരസ്യ ചിത്രമാണ്. രാധേ, എത്ര മനോഹരിയായിരിക്കുന്നു. ആരെ, എന്നെയാണോ പറഞ്ഞത്? അല്ല, നിന്റെ അനിയത്തിയെ. എനിക്ക് പണ്ടേ അറിയാം, നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ലാത്തത്. നിങ്ങൾ തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ ഈടായിട്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? എനിക്ക് ഇവളെ വിശ്വാസമില്ല. എനിക്ക് ഇങ്ങനെ വിശ്വാസമില്ല. പരസ്പര വിശ്വാസമില്ലായ്മയാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. ഇതിന് ഉത്തമ പരിഹാരം തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിന് ഉറപ്പേകുന്ന പിൻബലം. ഗോഡ് ഫാദറിലെ അഞ്ഞൂറാനെ അനശ്വരനാക്കിയ ശ്രീ NN പിള്ളയുടെ രൂപവും ഭാവവും അവതരിപ്പിക്കുന്നു സാബു.
ഞാൻ മറക്കണമല്ലേ? മറക്കാടോ. 14 കൊല്ലം ജയിലിൽ കിടന്ന് ഇരുമ്പഴികൾ എണ്ണിയത് ഞാൻ മറക്കാം. എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ പെടഞ്ഞ് മരിച്ചത് ഞാൻ മറക്കാം. എന്തുകൊണ്ട് എന്റെ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് എന്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാട് ഓടി നടന്നില്ല? പറയടോ, ഞാനെല്ലാം മറക്കണോ? അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ സ്വഭാവ നടൻ ശ്രീ ജനാർദ്ദനൻ. എന്റെ കർത്താവേ, പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊടുത്തി പടാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്റെ പൊന്ന് സാറേ, ഈ കോൺട്രാക്ടർമാരെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ നാറികളാ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. എന്നെ അധികം മെനക്കെടുത്താതെ ആ ബില്ലൊന്ന് ഇങ്ങോട്ട് ഒപ്പിട്ട് തന്നേരെ. അടുത്തത് ഒരു ശബ്ദാനുകരണ പരിപാടിയാണ്. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന ഗാനം ചില പ്രശസ്ത ഗായകർ പാടിയാൽ എങ്ങനെയിരിക്കുമെന്ന് ശ്രീ ഉണ്ണി ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യമായി പോപ്പ് സിംഗർ ഉഷാ ഉതുപ്പ് പാടിയാൽ. അടുത്തായി ശ്രീമതി കെ ബി സുന്ദരമ്മ. കുമ്പിട്ടിരുന്നാ പോരാ, ഇന്റർവെല്ലിന് സമയം കഴിഞ്ഞു. വേഗം റെഡി ആകുമല്ലേ? വേഗം ചെല്ലടോ. എന്തോ ഒരു ബഹളം കേൾക്കുന്നു. എന്താ ചെയ്യുന്നത് അറിയാമോടാ? അല്ല മൂത്താപ്പാട് കാര്യം പെമ്പിള്ളാരെ പിടിക്കാനുണ്ട്. ഹലോ, എന്ത് കാര്യം അയാൾ പറഞ്ഞ സത്യമാണോ? എടാ, ഞങ്ങൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കാനാണ് നിന്റെ ഭാവം. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ഇവനെ പോലുള്ള ഒരു അലവരാദ്യം വെച്ചോണ്ട് ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഇനി ഞാനില്ല. ഇന്നു മുതൽ അവൻ വേണോ അതോ ഞാൻ വേണോ എന്ന് അച്ഛൻ തീരുമാനിക്കും. ഓ, ഈ പറയുന്നതിന് അടുത്ത് വലിയ പുണ്യാളത്തിനല്ലേ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ നാട്ടുകാരുടെ കൈയും കാലം പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഒരു എല്ലാവരും ബാക്കിയാണില്ലായിരുന്നു. കള്ളു കുടിച്ച് സ്റ്റേജിൽ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ആകെ കുളമാവുന്നു. ആര്? ഇവൻ. അപ്പൊ താൻ കള്ളു കുടിക്കുന്നോ? ഞാൻ കള്ളു കുടിച്ചോണ്ടാ നിങ്ങളുടെയൊക്കെ തടി ഇതുവരെ കേടുവരാതിരുന്നത്. അച്ചോ, ഇവർക്ക് വേണ്ടി ഞാൻ കുടിച്ച് ഇപ്പൊ ഒരു മുഴു കുടിയനയച്ചോ. നിർത്തടോ, ഇനി കുടി നിർത്താൻ പറ്റില്ല അച്ചോ. എന്റെ കർത്താവേ, എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നടക്കണേ. അന്തസ്സോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനം ഇത്. അതെ അതെ, പ്രേമോ ഒളിച്ചോട്ടൊക്കെ ഇവിടെ നടക്കുന്നത് അച്ഛന്റെ ആശീർവാദത്തോട് കൂടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോയിക്കോ. എന്നെ അങ്ങനെ വേറിട്ടൊന്നും വേണ്ട. ഇവിടുന്ന് പോയെന്ന് വെച്ച് ഞാൻ തെണ്ടി കിടക്കാൻ പോകുന്നില്ല. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാൻ പോകാൻ തന്നെ വന്നത്. ഒരാഴ്ചക്കെ ഞാൻ പുതിയ ട്രൂപ്പ് ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും. അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഈ ജിമ്മി എന്നുള്ളത് സാധാരണ പട്ടിയെ കിടുന്ന പേരാ. നിർത്തണോ? എടാ, എന്നെ നീ ഔട്ടാക്കിയിട്ട് നീ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അമ്മേ, അമ്മേ. മോനെ, മല്ലിക വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അളിയൻ വന്നില്ലേ? ഇല്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? അമ്മേ, എവളെന്താ കരയുന്നത്? നളിനാട്ടൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. സ്ത്രീധന തുകയിൽ ബാക്കി കൊടുക്കാനുള്ള രൂപ വാങ്ങിച്ചുകൊണ്ട് ചെന്നാ മതിയെന്ന്. അവന്റെ അമ്മയുടെ നിർബന്ധമാണത്രേ. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. കിടന്നുറങ്ങാൻ നോക്ക്. മോനെ, ചോറെടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ കഴിച്ചു. ഒരുത്തൻ ട്രൂപ്പിന്ന് പോയെന്ന് വെച്ച് പരിപാടി നടത്താതിരിക്കാൻ പറ്റുമോ? ഞായറാഴ്ച മണ്ണൂത്തിയുടെ പരിപാടി
നിങ്ങൾ 5 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക. അല്ലച്ചോ 6 പേര് ചേർന്ന് കാണിക്കുന്ന നമ്പറുകൾ 5 പേര് കാണിച്ചാൽ ശരിയാവില്ല. പോരാത്തതിന് ധാരാളം പുതിയ ട്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി ശരിയാവില്ല. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ജിമ്മിക്ക് പകരം ഞാൻ ഇറങ്ങി കളിക്കാം. എന്താ? അത് മതി. അച്ഛനാകുമ്പോ നല്ല കോമഡിയും കിട്ടും. ഒന്ന് പോടാ. ഇക്കണക്കിന് പോയാ നീയൊക്കെ എന്നെ കളിപ്പിക്കാൻ മാത്രമല്ല കുളിപ്പിച്ചിവിടെ കിടത്തും. അച്ഛോ എനിക്കൊരു ഐഡിയ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? അത് കൊള്ളാം. നിനക്ക് പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ മാത്രമല്ല ബുദ്ധിപരമായിട്ടുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ അഹങ്കരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മിണ്ടിപ്പോവരുത്. നീ ഒരുത്തനായി ഇതിനൊക്കെ കാരണക്കാരൻ. ഇപ്പൊ തന്നെ ജിമ്മിക്ക് പകരം നീ വേറൊരാളെ തപ്പിക്കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരാളെ ഞാൻ തപ്പും. ഞാനിത് അവിടെ പോയി തപ്പും. പോയി തപ്പടാ. വാടാ തപ്പാടാ. ഞാൻ പോയി തപ്പട്ടെ അച്ചോ. നിനക്ക് എപ്പോഴും നിനക്കൊരു കളി. എവിടെന്നെങ്കിലും ഒരുത്തനെ തപ്പിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഇന്നും അച്ഛന്റെ വളിച്ച മോന്ത കാണേണ്ടി വരും. അതിപ്പോ തപ്പിക്കൊണ്ട് എന്തായാലും അച്ഛന്റെ മോന്ത കാണേണ്ടി വരും. അത് ശരിയാ. കൊന്ത മാറിയാലും അച്ഛന്റെ മോന്ത മാറൂല. ഇവിടെ അടുത്തല്ലേ ആ പടക്കം ബേബി താമസിക്കുന്നത്? പടക്കം ബേബി അതായത് പഴയൊരു മിമിക്രിക്കാരനാ. വെടിക്കെട്ടാണ് അവന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പടക്കം ബേബി എന്ന് പേര് വന്നത്. അവനെ കിട്ടുമോ? നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കാം. അതെ, നിസാം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ വല്ല മണ്ടത്തരവും കാണിക്കും. നീ ഒന്ന് നോക്കിട്ട് വാ, ഞാൻ വിളിക്കാം. ഒരു വിവരം ചോദിച്ചോട്ടെ, ഹനീഫിന്റെ വീട് എവിടെ? ഹനീഫ മരിച്ചു പോയല്ലോ. മിമിക്രി ഹനീഫ? മുക്രി ഹനീഫ തന്നെ. ഇപ്പൊ മുക്രി ചെയ്തു പോകാൻ. മുക്രി അല്ല, മിമിക്രി. എന്ന് വെച്ചാല് മിമിക്രി എന്ന് വെച്ചാല് ഈ തവളയുടെ ഒക്കെ. തവളയോ? അല്ലടോ, തവളയല്ല, തവക്കള അരുവി ആയിരിക്കോടോ. തന്നെ ആരെങ്കിലും വിളിച്ചോ? തവളയാണോ തവക്കളയാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. സംശയം ചോദിക്കാൻ ഞങ്ങളല്ലേ. ഒരാള് വന്ന് സംശയം ചോദിക്കുമ്പോ അതിന് ചൂടാവുന്നു. നീ എന്തിനാ ഓടിയത്? പിന്നെ നീ ഓടാനിട്ട് ഞാനിവിടെ വെറുതെ നിൽക്കാനാ? നീ എന്തിനാണ് ഓടിയത്? അത് ഞാൻ നിന്നെ കാണാതെ ഓടി നടക്കായിരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? അതെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പാവം കളവൻ 1 രൂപ കാണാതെ പോയിട്ട് വഴി കിടന്ന് തപ്പണടാ. ഞാൻ അവിടെ നിന്ന്. അയാളുടെ രൂപ കാണാതെ പോയെങ്കിൽ അയാൾ തപ്പിക്കോട്ടെ. നിനക്ക് ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? അയാള് പോകാതെ ഞാൻ എങ്ങനെ പോരും? എന്താ പോന്നാല്? ആ 1 രൂപ ഞാൻ ചവിട്ടി പിടിച്ചിരിക്കല്ലായിരുന്നു. പിന്നെങ്ങനെ പോരും? എന്നിട്ട് രാത്രി മോശം യവനല്ല, യവനെ പോലെ ഇരിക്കുന്ന വേറൊരുത്തനാ. അതോ നീ തന്നെ? ബുദ്ധിയില്ലാത്ത യവൻ എന്തെങ്കിലും പറഞ്ഞു തരുത്തി വേറില്ലാത്ത ചേട്ടൻ ക്ഷമിക്കണ്ടേ? പട്ടി തുറന്നു വിട്ടു. ഓടുക. അതെ, ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ വേണം. എല്ലാ മിമിക്രി ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചോ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. അച്ഛോ, എല്ലാരും എത്തി. അച്ഛനെവിടെ? ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഈ തറക്കണ്ട എവിടെ പോയി കിടക്കുക? തറക്കണ്ടത്തിന് ഇവിടെ കുഴിച്ചിട്ടിരിക്കുക. എന്താ? എല്ലാരും എത്തി. ആര്? മന്ത്രി? അല്ല, മിമിക്രി. നമ്മുടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളുടെ കുറവില്ലേ? ഇന്റർവ്യൂവിന് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ടുവന്നതാ. വാ വാ വാ. പിന്നെ എല്ലാവരുടെ മുഖത്തിലും വിനയോ അച്ചടക്കവും ഉണ്ടാവണം. അപ്പൊ അമ്മ ഇവിടെ? അച്ചോ, ഇത് റൊണാൾഡ്. ഒരു കൊച്ചിയുടെ ഭാവാഭിനയം ഈ പരുക്കൻ രൂപത്തിൽ മിന്നി മറയും. എന്നാ അവനോട് അത് മിന്നി മറക്കാൻ പറ. കാണിക്ക് മിമിക്രി പാട്. കുട്ടിയുടെ പാട്ട് കാണിക്കും. അതെ, മതി മതി. പാടിയത് നിങ്ങൾ മാറി. ഇവന്റെ കുർബാന നടത്തിക്കൊണ്ട് ഇങ്ങനെ മാറി. മറ്റവൻ ഇവിടെ വാ. എന്റെ കൈ നീയല്ല മാറിയ മറ്റവൻ അവനെന്താ പോയി ഒളിച്ചു നിൽക്കണം. ഇവിടെ പാടും. അച്ഛോ, ഈ ബസ്സിലൊക്കെ ആളുകൾ പാട്ട് പാടൂലേ? അതിനേക്കാൾ നന്നായിട്ട് ഇയാൾ പാടും.
ഇങ്ങോട്ട് പാടും. പാട് പാട് പാട്. സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ ഡാലയാട് താലി പകലോ. സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ ഡാലയാട് താലി പകലോ. തേയും വരറ്റ പെക്കളായിട്ടു വേണം. അതേയും വരറ്റ പെക്കളായിട്ടു വേണം. എങ്ങനെയാ സുത്തരി 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 ഒത്തൊരുക്കി വാ ഡാലയാടു താലി പകലോ. അയ്യേ, ഇയാൾ പോയിക്കോ. അതിങ്ങോട്ടുണ്ടോ? ഏതെങ്കിലും ബസ്സിൽ പോയി പാട്. അച്ചോ, പള്ളിയിലെ അച്ഛന്മാരെ കളിയാക്കി പാട്ട് പാടുന്ന ഒരാളുണ്ട്, വിളിക്കട്ടെ. ആ കറുപ്പ ഷർട്ടിട്ട് പിശാചിനെ വിളിച്ചേ. അച്ഛൻ വിളിച്ചോ? എന്തിനാ അച്ഛൻ കൊന്ത? കർത്താവിന് മുത്താനടാ. നിന്റെ അയ്യേ, എല്ലാവരും ഓടിക്കോ. അച്ഛന് മറം മുട്ടി. നോക്കിക്കാണ്ട് പോടോ. നമുക്ക് എന്താ അടുത്ത പരിപാടി? അയ്യോ, ഒരുത്തനെ പോലും ഒരു ചുവടുള്ളതിനെ. ഇതൊക്കെ എന്റെ ശിഷ്യന്മാരാ, അങ്ങോട്ട് നോക്കണ്ട പിള്ളേര്. ഇതേതാ ഈ കക്ഷി? ഇവൻ എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ടോന്നായിരിക്കും. എനിക്ക് സംശയമുണ്ട്. സംശയം വേണ്ട, കാണാൻ കൊള്ളാന്ന് എന്ത് കണ്ടാലും അവൻ പൊക്കിയിരിക്കും. അതെ, എന്താ ഇത് ഞാൻ കൊണ്ടുവന്നാണോ? ഓഹോ, അപ്പൊ തനിക്കും തുടങ്ങി ഈ അസുഖം? ഇല്ലച്ചോ, എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ മിമിക്രി ട്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് പെൺകുട്ടിയല്ലേടോ? അതേച്ചോ, പെണ്ണ് തന്നെ, ഒരു സംശയമില്ല. എന്റെ കർത്താവ്, നീ എന്നെ അങ്ങോട്ട് എടുക്കുക. അച്ചോ, മിമിക്രി ചരിത്രത്തിൽ ഒരു മഹാസംഭവമായിരിക്കും. 5 ആണും 1 പെണ്ണും ഒറ്റ ട്രൂപ്പിൽ. പ്രോഗ്രാമിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല അച്ചോ. പ്രസീദേ, ആ മോഹൻലാലിന്റെ നമ്പർ 1 കാണിച്ചു കൊടുത്തേ. സാറേ, എന്നിങ്ങനെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് സാർ. സാർക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഒന്നങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അപ്പൊ പിന്നെ ഞാൻ വരട്ടോ. ഇനിയുണ്ടാച്ചോ, ആ സുരേഷ് ഗോപിയുടെ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ. അച്ഛനത് പറയുന്നത് എനിക്കറിയാം. അന്ന് എന്തുണ്ടായിരുന്നു കൃഷ്ണപിള്ളയ്ക്ക് പറയാൻ? PP സ്കൂൾ ഒരു മാഷായിരുന്നു നിങ്ങൾ. ഇപ്പൊ വലിയ മന്ത്രിയാൻ നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കാശിന്റെ വിലയാ. വേണം ഇപ്പൊ പോലീസ് എടുത്ത് പറയാം. ശേഖരോട്ടിക്ക് അമ്മ എണ്ണിക്കോളാം. എങ്ങനെയുണ്ട്? ഇനിയുണ്ടാച്ചോ? ഇനി വേണ്ട വേണ്ട വേണ്ട, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കുട്ടി ഇവിടെ വരൂ. ചെല്ലി ചെല്ലി. കുട്ടി, ഇവിടെ കുറെ അലവലാദികളുണ്ട്. അവരൊരൊറ്റ എണ്ണത്തിന് വിശ്വസിക്കരുത്. പെൺകുട്ടികളുടെ ട്രൂപ്പ് തുടങ്ങുമ്പോ അച്ഛൻ വിളിക്കാം. പോയിക്കോ. പ്രസീദേ, അപ്പൊ ലാലേച്ചി ചെല്ലു കേട്ടോ. ആ കുട്ടിയുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലെന്നാണ് തോന്നണോ? പിന്നെ നീ എന്തിനാണ് പട്ടി അതിന്റെ പിന്നാലെ മണത്തോട് നടക്കണേ? മോഹൻലാലിന്റെ നമ്പർ കാണിക്കാൻ ഇവിടെ വേറെ ആളോടാ. ഈ ട്രൂപ്പിൽ പെൺകുട്ടികളെ ചേർക്കില്ല എന്ന് നിനക്കറിയില്ലേ? അച്ഛന്റെ മാനം കെടുത്താനല്ലേ എന്താ? നീ എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ചെവി അങ്ങ് കൊല്ലാക്കണം. നീ ഇവിടെ ആവർത്തിക്കരുത്. ആ പെണ്ണിന്റെ ചേച്ചിന്റെ ഇതിൽ നന്നായിട്ട് കാണിക്കും. ഒന്ന് വരുന്നത് നീ കെട്ടിക്കോളാം. എക്സ്ക്യൂസ് മീ, ഇവിടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതെ, ആവശ്യമുണ്ട്. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാ. അയ്യോ, നല്ലതുപോലെ മിമിക്രി കാണിക്കോ? ഒരുവിധമൊക്കെ. ശരി, എങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ഐറ്റം കാണിക്കാൻ പറ്റൂ. അതായത് വളരെ തിരക്കുള്ള ഒരു റോഡ്, നല്ല സ്പീഡിൽ പോകുന്ന ഒരു ടെമ്പോ, ഒരു അംബാസഡർ കാർ, ഒരു മാരുതി കാർ, ഒരു ജിപ്സി, ഒരു ഓട്ടോറിക്ഷ, ഒരു ലാംബി സ്കൂട്ടർ, ഒരു ട്രെയിനും. ട്രെയിനും. ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ശബ്ദം ഒറ്റയ്ക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊന്നും ഉണ്ടാക്കി കാണിച്ചു തന്നാൽ അതുപോലെ അവതരിപ്പിക്കാം. ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ പോരെ? അയ്യോ, ഉണ്ടാക്കാൻ വന്നേക്കണം. അല്ല, ഞാനൊന്ന് ഫാദറിനെ കണ്ടിട്ട് കിട്ടാനുള്ള ഫയറിംഗ് മുഴുവൻ വാങ്ങിച്ചോണ്ടാ കേട്ടാ. ആവശ്യമില്ലാതെ ഓരോന്ന് വലിഞ്ഞു. എല്ലാവരും ഒന്ന് നിന്നേ. എന്താച്ചോ? അച്ഛനാണല്ലോ വിളിച്ചത്. ഇനി അച്ഛന്റെ ആത്മാവെങ്ങാനും ആണോ? നോക്കണ്ട, ഞാനാണ്. അല്ല, റോട്ടിൽ കൂടി എന്നാണ് ട്രെയിൻ ഓടി തുടങ്ങിയത്? അയ്യോ, അച്ഛനല്ല, ഇവൻ തന്നെയാ. എന്റെ പേര് ജയൻ. തറക്കണ്ട അച്ഛന്റെ ലെറ്റർ ഇട്ടിട്ടാ വന്നത്.
നിങ്ങളുടെ ട്രൂപ്പിൽ എന്നെയും ചേർക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ചെവി കേൾക്കാത്തവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നാറുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ചെവി കേൾക്കില്ല എന്ന് വന്നാലോ? ഇതാ ഒരു നർമ്മഭാവന. 27, 28, 29 തിങ്കൾ 29 ചൊവ്വ 30 വ്യാഴം വെള്ളി ശനി ഞായർ. തിങ്കൾ 28 ചൊവ്വ 30 അല്ല ചൊവ്വ 29 ബുധൻ 30 വ്യാഴം വെള്ളി ശനി ഞായർ. ഞാന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വന്നതാ. കൂടെ വന്നവരെല്ലാം പോയി. എനിക്ക് വഴി അറിയത്തില്ല. ഈ കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? കോഴിക്കാണെങ്കിൽ കിലോ 38 രൂപ, നാടൻ കോഴിയാണെങ്കിൽ 40 രൂപ. കോഴഞ്ചേരിയിലേക്കുള്ള വഴി വില കുറക്കണ പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഒരൊറ്റ വിലയുള്ളൂ, കിലോ 40 രൂപ നാടൻ കോഴി. അയ്യോ, കോഴഞ്ചേരിയിലേക്കുള്ള വഴി. എടോ, തനിക്ക് എത്ര കിലോ വേണമെന്ന് പറ. ഞങ്ങള് പരമ്പരാഗതമായിട്ട് കോഴികളാ വിറ്റോണ്ടിരിക്കുന്നത്. എനിക്ക് അതൊന്നും പിന്നെ താൻ ഇങ്ങനെ വില കുറക്കണ കാര്യം പറഞ്ഞാൽ നടക്കൂല. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി അപ്പനെ വിളിച്ചോണ്ട് വരാം. നമസ്കാരം. എനിക്ക് കോഴഞ്ചേരി പോണം. വഴി തെറ്റിപ്പോയി. മോനോട് ചോദിച്ചപ്പോ ചെവി കേൾക്കാൻ പാടില്ല. അപ്പൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ ഇവിടുന്ന് നേരെ പോണം. അവിടുന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. അവിടുന്ന് വലത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. കറക്റ്റ് പോകണം. അങ്ങനെ പോകുമ്പോ അവിടെ പച്ച പെയിന്റ് അടിച്ചൊരു വീട് കാണാം. അവിടെ ചോദിച്ചാ മതി കോഴിയുടെ വില. ഇവിടുത്തെ വില തന്നെയാണ് അവിടെ. ക്ഷമയെ പരീക്ഷിക്കരുത്. കോഴിയുടെ വില കുറക്കാൻ പറ്റൂല. സ്വർണത്തിനൊക്കെ എന്താ വില? കോഴഞ്ചേരിയിലൊക്കെ വഴി വഴി വഴി. എന്റെ മോളാണ് കോഴിനെ വളർത്തുന്നത്. അവളോട് ചോദിച്ചറിയാം കോഴിയുടെ വില. മോളെ എനിക്ക് വഴി തെറ്റിപ്പോയി. കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരണം. അപ്പനും ചേട്ടനും ചെവി കേട്ടോടാ. കുട്ടി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പനോട് ചോദിച്ചാ? ചോദിച്ചു. ചേട്ടനോട് ചോദിച്ചു. അവർക്ക് ചെവി കേട്ടൂടല്ലോ. അപ്പനും ചേട്ടനും ഇഷ്ടമാണെങ്കിൽ ചേട്ടനെ കെട്ടാൻ എനിക്കിഷ്ടമാണ്. എന്റെ പൊന്നു മാഷേ, മാരുതിക്കൊക്കെ എന്നാ വിലയാന്നറിയാവോ? 88 മോഡൽ ഡീലക്സിന് പുറത്ത് എന്ത് വിലയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വാ. അവര് പറയുന്നതിനകത്തുനിന്ന് 2000 രൂപ കുറച്ച് ഞാൻ തരാം. ഇതൊന്ന് നോക്ക്, പുതിയ മോഡലാ. ഇത് വേറെ. ഇപ്പൊ ബുക്ക് ചെയ്താ 1 മാസത്തിനകം കിട്ടും. ഹലോ ഹലോ, ആരിത്? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്നാ ഞാൻ വരട്ടെ, നാളെ തന്നെ അറിയിക്കാം. മാഷ് നല്ലോണം ആലോചിച്ചിട്ട് വന്നാ മതി. ശരി. കൊള്ളാം. എന്താണ് ചിരിക്കുന്നത്? അതെ അതെ, മഹാരാജാസ് കോളേജിലെ ആർട്സ് സബ് സെക്രട്ടറി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മെമിക്രിക്ക് ഫസ്റ്റ് പ്രൈസ്. ആ ശ്രീനിവാസ മേനോൻ ഒരു കാർ ബ്രോക്കറായിട്ട് ഇരിക്കുന്ന കണ്ട് ചിരിച്ചു പോയതാണ്. വെക്കല്ലേ. നിനക്കൊക്കെ കാർ ബ്രോക്കർ എന്ന് പറയുമ്പോ പുച്ഛമായിരിക്കും. ഒരു വണ്ടി കച്ചവടം ചെയ്താൽ കയ്യിൽ എത്ര വരുന്നറിയാ എമൗണ്ട്? എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി നിന്നെ കാണാൻ വന്നതാ. എന്താ വണ്ടി വല്ലതും? ഇത്ര കാര്യമില്ല, വേറെ വല്ലതും പറയാനുണ്ടോ? എനിക്കൊരു മിമിക് ട്രൂപ്പ് തുടങ്ങിയാക്കൊള്ളുന്നുണ്ട്. നീയും എന്നോടൊപ്പം ഒന്ന് സഹകരിക്കണം. ഞാൻ എന്റെ ടച്ചൊക്കെ വിട്ടിട്ട് എത്ര നാളായതാ? അതൊന്നും സാരമില്ല, 2-3 റിഹേഴ്സൽ എടുത്താൽ ശരിയായിക്കൊള്ളും. അപ്പൊ നീ കലാദർശനം ഇനി പോന്നാ? പോന്നു. എന്താ പ്രശ്നം? പെണ്ണു വിഷയം തന്നെ. അവന്മാര് ശരിയാവും. ചുമ്മാ കളിക്കല്ലേ, ഒക്കെ എന്നുള്ള കാര്യം പറ. എടാ, ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ നടന്ന ഇവിടെ എന്ത് ചെയ്യും? അതിനെന്താ, പകൽ സമയം നീ ഇവിടെ ഇരുന്നോ? പിന്നെ നിന്റെ അനിയനും ഉണ്ടല്ലോ. അതൊന്നും ശരിയാവൂല. എല്ലാം ശരിയായിക്കോളും. നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ വാ. എടാ, ഇതെന്റെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായിക്കാം. സാമ്പത്തികം വല്ലതും വേണമെങ്കിൽ ഞാൻ ആരുടെങ്കിലും പറഞ്ഞ് ശരിയാക്കി തരാം. അതൊന്നും വേണ്ട, അതിനൊക്കെ വേറെ ആളുണ്ട്. നിനക്ക് ഫൈനാൻസ് ചെയ്യാൻ ഒരാളാ? അതാര്? പാപ്പച്ചൻ ചേട്ടൻ. പച്ചാളം പാപ്പച്ചൻ എല്ലാരും വിളിക്കുന്നത്. പേര് പോലെ തന്നെ ആള്. അപ്പൊ നിനക്ക് തരും. ചേർന്നില്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിവുള്ളവനാ ഈ പച്ചാളം. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ? സംവിധാനം പച്ചാളം പാപ്പച്ചെന്നുള്ള ബോർഡ് കണ്ടാ മതി. ഉത്സവക്കാർ, പള്ളിക്കാർ, പാർട്ടിക്കാർ എന്ന് വേണ്ട ഓരോരുത്തരും പറന്നെത്തുമായിരുന്നു എന്റെ പച്ച വെളിച്ചവും തേടി. എന്താ ചേട്ടാ ഈ പച്ച വെളിച്ചം? നിശബ്ദം, കൂരിരുട്ട്, കൊടുങ്കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. കാട്ടിലൂടെ പ്രേമനൈരാശ്യത്തിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു യാചകനെ പോലെ പച്ച വെളിച്ചവും തേടി
പച്ചാളം പാപ്പച്ചൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശരീരം രോമാഞ്ചം കൊണ്ട് തരിച്ചു പോകും. എന്റെ പ്രണയിനി, നിന്റെ പ്രേമലേഖനവും കാത്തു. ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പേടിച്ചു പോയോ? ചേട്ടാ മിമിക്രി കാണിച്ചതാ. ഇപ്പൊ ചേട്ടൻ കേട്ടത് ആനയുടെ ശബ്ദം. ഇനി ചേട്ടന്റെ ശബ്ദം കേൾക്കണോ? കാണിച്ചു കൊടുക്കടാ സക്രിയ. നിശബ്ദം, കൂരിരുട്ട്, കൊടും കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. വിടുക്കൻ കൊള്ളാം. ചേട്ടൻ ഞെട്ടിയതുപോലെ പലരെയും ഞെട്ടിക്കാൻ നാടകം കൊണ്ട് പറ്റില്ല. മിമിക്രി കൊണ്ടേ പറ്റൂ. മാത്രമല്ല ഓരോ കളിക്കും 3000 രൂപ. ദിവസം 4 കളി. 4 കളി? 3 12. അപ്പോ കൃത്യമായി 4 പറ്റത്തുള്ളോ? ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ? 5 പറയുമ്പോ ശ്രമിച്ചാ കളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ സമ്മതിച്ചു. ഇനി ട്രൂപ്പിന് നല്ലൊരു പേരിടണം. എന്തിനാ ഇപ്പൊ പുതിയ പേരിടുന്നേ? പേരുണ്ടല്ലോ, പച്ചാളം തിയേറ്റേഴ്സ്. അയ്യേ, നമുക്ക് കലാദർശനവുമായി സാമ്യമുള്ളൊരു പേരിടണം. എന്നാലേ അവന്മാർക്ക് വരുന്ന ബുക്കിംഗ് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനൊരു പേര് പറയാം. യുവദർശന. കൊള്ളാം, ഉഗ്രം പേര്. സിന്ദാബാദ് സിന്ദാബാദ്, യുവദർശന സിന്ദാബാദ്. നിർത്തണ. ഇതെന്താ സംഘടന തിരഞ്ഞെടുപ്പാന്ന് വിചാരിച്ചോ? സോറി, പെട്ടെന്ന് പാർട്ടി ഓഫീസ് ആണെന്ന് അത് തോന്നുന്നു. പറ്റില്ല. ഒന്നുകിൽ മിമിക്രി അല്ലെങ്കിൽ രാഷ്ട്രീയം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയല്ല. നമുക്ക് മിമിക്സ് മാത്രം മതി. കലാദർശന പൂട്ടിക്കുക, യുവദർശന തുറക്കുക. ഏത് പൂട്ടിയാലും ഏത് തുറന്നാലും എന്റെ പൊന്നു മക്കളെ 5 കളിയുടെ കാര്യം മറക്കരുത്. എനിക്ക് യുവദർശനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും യുവദർശന തന്നെയാണെന്നും കലാദർശന തന്നെയാണെന്നും പോളെ. ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ് അവന്മാർ കാണിച്ചിരിക്കുന്നത്. കലാദർശന എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പേര് അവന്മാർ വിട്ടു, യുവദർശന. ആളുകളെ കൺഫ്യൂസ് ചെയ്യിച്ച് കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവന്മാർ അങ്ങനെ ഒരു കോണസ്റ്റ് ഒപ്പിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു വാരം അങ്ങോട്ടും പണിയണം. അങ്ങനെ പേരിട്ട് കൊണ്ടൊന്നും കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പുതിയ ഐറ്റംസ് അവതരിപ്പിക്കണം. കറക്റ്റ്. ഇപ്പൊ ഈ സിനിമാ താരങ്ങൾ അനുകരിക്കുന്നത് എല്ലാ അലവലാദികളും ചെയ്ത് ചളമാക്കുന്ന പരിപാടിയാണ്. നമുക്കതങ്ങ് നിർത്താം. അതെ, നമുക്കതിന് പകരം നാടക നടന്മാരുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആയതുകൊണ്ടാണ് എല്ലാവരും ആ ഐറ്റം കാണിച്ച് കൈയ്യടി വാങ്ങിക്കുന്നത്. നമുക്കത് വേറൊരു സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യാം. അതെങ്ങനെ? എല്ലാവരും ഫിലിം സ്റ്റാർസിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മൾ അവരുടെ പാട്ട് സീനിലുള്ള അഭിനയം അനുകരിക്കുന്നു. ഉദാഹരണത്തിന് മാനസമൈനെ വരൂ മധുരം തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനെ വരൂ. പച്ചക്കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറ് പച്ചക്കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറ് പാവൈ എന്നും പേരിൽ വരും ദേവൻ മകണി ചന്ദനല്ലേ പത്തുഗന്ധം കൂടിയതാര് കാറ്റു കാമിനിയോ ചന്ദനല്ലേ പത്തുഗന്ധം കൂടിയതാര് കാറ്റു കാമിനിയോ മൈവന്നത്തെ. അവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് പോകാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ അവരുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണച്ചോ. എന്തിനാ? പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ? നിങ്ങൾ അവിടെ പോയതാ എല്ലാ കുഴപ്പത്തിനും കാരണം. നാട്ടുകാരാണ് കൂവിയെങ്കിലും പേര് വന്ന് നിങ്ങൾക്കല്ലേ.
ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് അവന്മാര് വന്ന് കൂവും. ദൈവം സഹായിച്ച് നമ്മുടെ പ്രോഗ്രാമിന് കൂവാൻ അവന്മാരുടെ സഹായം ആവശ്യമില്ല. വേറെ എത്രയോ പേരുണ്ട്. നിന്നെ ഞാൻ കൈ അടിക്കാൻ ഇങ്ങനെ. ഓ എന്റെ ദൈവമേ. കലാദർശനയോട് സാമ്യമുള്ള യുവദർശന എന്ന പേര് അവന്മാരിട്ടത് മനഃപൂർവ്വം അല്ലേ? യുവദർശന എന്നുള്ള പേരിട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് വിരിച്ചത് നമുക്ക് കിട്ടും. അതിടക്കിടക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ആരും വഴക്കിനും വയ്യാവലിക്കും ഒന്നും പോണ്ട. എല്ലാവരും ഒന്ന് പോ പോ ഓ ഒന്ന് പോടാ. എന്റെ ദൈവമേ. അച്ചോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ, ഞാൻ കുടിക്കാം. പോടാ. ബഹളം ഉണ്ടാക്കും. അവന്മാർ എവിടെ പ്രോഗ്രാം വെച്ചാലും ചെന്ന് കിടക്കണം. കലക്ക് ഞങ്ങൾ കലാദർശനെ കലക്ക് ഞങ്ങൾ. അവന്റെ ഒരു കലക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കി നടന്നാലേ കലങ്ങി പോകുന്ന എന്റെ കാശ. ദിവസത്തിൽ 5 കളി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കൊല്ലത്തിൽ 5 കളിക്കാൻ ഒക്കോ? നിന്റെ ആ പാട്ട് കച്ചേരിയാ എല്ലാം കലക്കിയത്. ഓഹോ, ഞാൻ പാടിയോണ്ട് ഇപ്പൊ കുഴപ്പമുണ്ടായത്. ആ മൃദംഗം വേറൊരു വഴിക്ക്, ഘടം മറ്റൊരു വഴിക്ക്. ഉറക്കം തൂങ്ങി വീണോണ്ടാ കുഴപ്പമില്ല ഉണ്ടായത്. ഇനിയിപ്പോ ഇവിടെ കിടന്ന് അതും ഇതും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പ്രോഗ്രാം മോശമായതുകൊണ്ടാ ആളുകൾ കൂവിയത്. കൂട്ടത്തിൽ ചിലപ്പോ അവന്മാരും കൂവി കാണും. അങ്ങനെ അവന്മാര് കൂവണ്ട. അവന്മാരെ കൊണ്ട് കൂവിച്ചത് ആ തറക്കണ്ടവാ. ആ തറക്കണ്ടം മനസ്സിലാക്കട്ടെ, ഞാൻ അവനേക്കാ വലിയ തറയാന്ന്. അവനെ ചേട്ടാ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. തന്നോട് ആര് പറഞ്ഞോ വെയിറ്റ് ചെയ്യാൻ? ഞാൻ മടങ്ങി വരുന്നവരെ താൻ ഇവിടെ കാത്തു നിന്നാ മതി. എവിടെ പോകുന്നു? പ്രാർത്ഥിക്കാനാണോ അല്ല കുമ്പസാരിക്കാനാ? എനിക്കിപ്പോ അറിയണം തറ എവിടെയാ. തറതേ ഇവിടെയാ, ഇരുന്നോളൂ. അതല്ലടോ തറക്കണ്ടോ ആരാന്ന്? ആ ഈ നിലയ്ക്ക് തറക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ ആരാന്ന് കേട്ട് കാണും. പച്ചാളം പാപ്പച്ചൻ. ആ പച്ചാളത്ത് കേട്ടുണ്ട്, പക്ഷെ പാപ്പച്ചൻ എന്ന് കേട്ടിട്ടില്ല. എന്നാ ഞാൻ കേൾപ്പിക്കും. ഉവ്വ്. നമ്മളാരാ? ഞാൻ മമ്മൂട്ടി. മമ്മൂട്ടി. കർത്താവേ, മനസ്സിലായില്ല കേട്ടോ മോനെ. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവനോടുകൂടി ഇപ്പൊ ആദ്യമായിട്ട് കാണുക. അതേ ഛായ ആണല്ലേ? തറക്കണ്ടോ അവിടെ? തറക്കണ ഫാദർ അവിടെ ഇരിപ്പുണ്ട്. പയ്യപ്പോ ട്രൗസർ ഊരി പോകും. അയ്യോ മമ്മൂട്ടി മിണ്ടല്ലേ. ദേ അച്ഛന്റെ ഞരമ്പ് രോഗം പരിശോധിക്കാൻ വന്ന സായിപ്പ് ഡോക്ടർ ആയിരിക്കും. ആ അതാ ഒരുമാതിരി തറയായിട്ട് സംസാരിച്ചോണ്ട് പോയത്, താണ്ടമ്മ ചേച്ചിയെ പോലെ. പോക്കിരിത്തരം കാണിക്കുന്നതിൽ അതിരൊക്കെ ഉണ്ട്. പള്ളിയിൽ കുർബാനയും കുമ്പസാരമായിട്ട് കുത്തിയിരിക്കേണ്ട അച്ഛന്മാര് പാട്ടും കൂത്തും മിമിക്രിയായിട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ. അതൊക്കെ നടത്താനേ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ളവരുണ്ട് ഇവിടെ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കലാകാരൻ ഇവിടെ ഇരിക്കും. എന്നെ അങ്ങനെ ഇരുത്തിയിട്ട് യുവദർശനെ ഒതുക്കാമെന്ന് കരുതണ്ട. മമ്മൂട്ടി ഇവിടെ ആരും ഇല്ലേ? തല്ലിക്കാനായിരിക്കും. എങ്കിൽ മമ്മൂട്ടി വേണ്ട, ഭീമന്റെ ഹൂനെ വിളിക്കാവും വരട്ടെ. പോവാനോ? അങ്ങനെ പോകാമെന്നവനല്ല ഞാൻ. താൻ വിളിക്കുന്നിടത്ത് വരെ ഞാനാരാ? തന്റെ കുശലിക്കാരനാണോ? എന്റെ ദൈവമേ. ഒരു കാര്യം ഞാൻ, അച്ഛൻ ഈ അലവലാതി പിള്ളേരെ വിട്ട് യുവദർശനയുടെ പരിപാടി കലക്കാനാണ് ഭാവമെങ്കിൽ വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പരിപാടി ഞാനും കലക്കും. ദേ ഇങ്ങനെ. ഇനിയുണ്ട് വേറെ. അപ്പൊ നിങ്ങളാണ് യുവദർശനയുടെ ആള്? അതെ, ഞാനാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജർ പച്ചാളം പാപ്പച്ചൻ. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ തല്ലാനാണോ? വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. താൻ ആരടോ? തറ. വേറൊരു തറയായതുകൊണ്ടല്ലേ താൻ ഈ തറപ്പണികളൊക്കെ ചെയ്തത്. പച്ചാളം പാപ്പച്ചന്റെ പച്ചയായ രൂപം താൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. താൻ എന്താ വിചാരിച്ചേ? ഒരു പരിധി വരെ എനിക്ക് അച്ഛനായിട്ടിരിക്കാൻ പറ്റൂ. താൻ തറയാണെങ്കിലേ ഞാൻ അടിത്തറയാ. കുറെ നേരം ഇല്ല തുടങ്ങിയിട്ട് ഒരു വള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ അളവ്. നിന്നെ ശരിയാ. എന്താ എന്ത് വെച്ചോ? മമ്മൂട്ടി അച്ചോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ആരോടെങ്കിലും പറയോ? പറയൂ അച്ചോ. ഓ ഇത് ഏത് കാലിലെ ഭർത്താവ്?
ഈശോ, എന്റെ ഈശോയെ ഇതാണ് ഓടിക്കേ. എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയെ, എന്റെ ഈശോ, എന്റെ നടോടിക്കേ. അയ്യോ, കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. ആന കരിമ്പുന്തോട്ടത്തിൽ കേറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റൊരുത്തനാ ഇത് മുഴുവൻ വരുത്തി വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവ എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു എന്നും പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനൊന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിക്കച്ചോ? അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിംബായുടെ ഇടിയുള്ളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവ്, എങ്ങനെയുണ്ട് ഒരു ജന്മം. നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേലോട് പറഞ്ഞിരുന്നല്ലോ. ഓനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സൂക്ഷിച്ച് നടക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ബാപ്പ പറയുന്നത്? ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലമെന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചി മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇല്ലറ പണിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കുമേ കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാറന്മാരെ അത്? ഗുഡ് നൈറ്റ്. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട്. നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം? ഇല്ല ബാപ്പ. കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കില്ലെന്ന് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇങ്ങനെയുള്ള ബിസിനസ് വേണ്ടാന്ന് ഞാൻ എത്ര കാലായി ബാപ്പയോട് പറയണ. നീ ബോംബെ ചെന്ന് ചരക്കയക്കാൻ തുടങ്ങിയതാ വീണ്ടും ഈ കുഴപ്പത്തിന് കാരണം. ഉമ്മ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ബിസിനസ് ഒന്നും അല്ല ഇത്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്ന ബാപ്പ ഈ നാട്ടുകാർ ബഹുമാനിക്കുന്ന കാസർഗോഡ് കാദർബായി ആയത് ഈ ബിസിനസ് കൊണ്ടാ. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മയെ അമേരിക്ക കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമായിരുന്നോ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സുഖമില്ലാത്ത ബാപ്പ ജയിലിൽ കിടക്കണ കാര്യം നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി കൂടുതലൊന്നും ബാപ്പ ജയിലിൽ കിടക്കേണ്ടി വരില്ലുമ്മ.
ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിംബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാൾക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോകല്ലേ? അല്ല, എന്റെ തലയെ മൊട്ടയടിച്ച് വീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയൂലല്ലോ. ഞങ്ങളും ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാനാ? അല്ല, നിന്നെ പിടിച്ചുകൊണ്ടായ കാസിംബായുടെ കൈ കൊടുത്തുള്ള വിവരം പറഞ്ഞ് ഞങ്ങളുടെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിക്കേ. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദീനം വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും അബദ്ധം പറ്റി പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാതി ഉണ്ട്. ഇലക്ട്രിക് ഹംസ ഭയങ്കര ദാതയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ഡാ പഠിക്കാതെ പോടാ. പടച്ചോനാണ് നേര്. സത്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്നത് അതെന്താ? നമ്മൾ വിളിച്ചാൽ വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുപോയി വിളിച്ചു പോടാം. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാം. നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹോളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകടാ. അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിംബായി വന്നതെന്നാ ഞാനറിയാം. അതെ, നീ ഒരു കാര്യം ചെയ്യും, നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിംബായിയോടുള്ള വിവരം പറഞ്ഞ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിംബായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തന്നെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതെ. അതോ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പുറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്, താഴത്ത് വെച്ച ഉറുമ്പരിക്കും
തലയിൽ വെച്ചാ പേരരിക്കും. എന്നിട്ട് കണ്ട മണാകുടാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കത്തിക്കും. എങ്ങനെ സ്വാമീര് നിനക്ക്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ടിട്ട് അച്ഛനെ സഹിക്കലില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा की चोटी की तरह कभी हम कभी तो अहम। और कत्ल हमने किया, उसकी सजा मेरा बब्बा थी। मुझे फिक्र थी तो नीलों के और तकिया की। 20 साल के बाद एक आंधी शब्द जयंती के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त, बिना किसी सपने से मैं अकेला रह गया। और कत्ल हमने किया, उसकी सजा मेरा बब्बा थी। അടുത്തതായി മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറയുന്നത്? പ്രോഗ്രാം നടത്തേണ്ടെന്നാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി ഞങ്ങൾ കൊള്ളണം. വേണ്ട, കൊള്ളണ്ട. ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസ് ആണ് പ്രശ്നം, അല്ലാതെ കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക, ഇങ്ങ് വന്നേ. വാ. നീ എന്താ ഈ ഒളിഞ്ഞു നോക്കുന്നേ? കാസിം ഭായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ടാ നോക്കിയതാണ്. അതെന്തൊക്കെ കാശും പോയാൽ കണ്ടാലറിയോ? കണ്ടാലറിയില്ല, പിന്നെ കൊണ്ടാലറിയോ? ഇവ നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാർ വിചാരിച്ചത്. തറക്കണ്ടത്തിനെ നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ. അതാ കലാദർശനോട് ചവിട്ടി വിറ. അവന്മാരെ ശരിക്കൊരു പാഠം. ബെന്നി, ആ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ അവന്മാരുടെ വണ്ടിയില്ലേ? നോക്ക് എന്താ അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കെട്ടുകെട്ടിച്ചേ കലാദർശനെ കെട്ടുകെട്ടിച്ചേ 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 കലാദർശനെ കെട്ടുകെട്ടിച്ചേ കലാദർശനെ കെട്ടുകെട്ടിച്ചേ. നീലക്കുറുക്കൻ നനഞ്ഞേ ചായം കളഞ്ഞേ വരുന്നേ നാണം മറന്നയ്യേ കുക്കുക്കു.
മൂക്കില്ല രാജ്യത്തവൻ രാജ മുറിമൂക്കിൻ തുമ്പിൽ കോപക്കാരൻ കോട മാനം തൊട്ടാലും സമ്മാനം വീണേ താഴെ തന്നെ വാടാമച്ചമ്പി കളി കാണാൻ വാ ദും 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 പരവ പരവ പര പരവ. ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ ബൗ 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 ബൗ. വേലിക്കുള്ളിൽ വേലക്കാരൻ ധീരൻ എന്നും കാര്യം കാണാൻ വാലാട്ടുന്ന ശൂരൻ മാലത്തോടലിൽ മൂളിക്കിടക്കും പാവത്താനെ പാറാവില്ലടാ. പോടാ പോ പടി കാക്കാൻ പോ പിപ് പിപ് പി ഡുഡുഡും ഗുഡുഡും ഗുഡുഡും ഗുഡും. ഇന്നലത്തെ മഴയത്ത് പൂത്തു കുറെ താളും തകരയും മണ്ണിൽ വറച്ചട്ടിക്കകത്തിരുന്നാലും പാവം പൂവങ്കോഴി പുലരുമ്പോ കൂവും. നായ കുറച്ച ഉദിക്കും സൂര്യനടങ്ങോ കുത്തുകുലുക്കി പിടഞ്ഞാൽ ഭൂമി കുലുങ്ങോ. കൈയും തലയും പുറത്തേക്കിടലേ ഇടത്തെ വശത്തൂടടി വെച്ചങ്ങടി വെച്ചു പോടാ പോടാ പോ പടി കാക്കാൻ പോ. ധീര സമീരേ ധീര സമീരേ യമുനാ തീരേ വസതി വനേ വനമാളി ഒരു ഗോപികയായി മടിയിൽ മയങ്ങാൻ ഒരിക്കും നീലക്കടമ്പാൽ മൗനം തളർത്തു കുവലയ നീലം കണ്ണാ പിരികളിലില്ലേ അണ്ണാ. ചാടചൊല്ലി അടുക്കണ്ട കാട്ടാ നിന്റെ പാട് നോക്കി പടിഞ്ഞാട്ട് പോടാ. വെട്ടുപൊത്തി കാതിൽ വേദം മോദാ വെറും വിധിയില്ല തട്ടുപൊളിക്കാരാ. വിട്ടുപിടിച്ചോ വിടാതെ വിട്ടുപിടിച്ചോ വട്ടുപിടിച്ചോ കുരങ്ങ വട്ടുപിടിച്ചോ. കിടുങ്ങാ മണികൾ അടങ്ങാ പിരികൾ ഒരു കൈ പയറ്റാൻ തുടങ്ങാൻ ഒരുങ്ങാം പാടാ. പാടാ വാ കളി കാണാൻ വാ. ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമുറിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ ബൗ 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 ബൗ. മൂക്കില രാജ്യത്തവൻ രാജ മുറിമൂക്കിൻ തുമ്പിൽ കോപക്കാരൻ പോട്ട മാനം തൊട്ടാലും സമ്മാനം വേണേ താഴെ തന്നെ വാടാമച്ചമ്പി. പോടാ പോ പടി കാക്കാൻ പോ. നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും. നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും. നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും. എന്തൊരു വിശപ്പ് ഉണ്ണി. ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് തരൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാ. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം തിന്നണം ഒറ്റ വിചാരമേ ഉള്ളൂ. പിന്നെ തിന്നണ്ടേ?
എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണമുണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. വെളിയിൽ ഇറങ്ങട്ടെ. പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി, നീ മറ്റാളത്തോട് വേണ പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനെയും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ടൊന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ, ഹലോ, കലാദർശന. അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനൽ ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയിന്ന്. ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോയിരിക്കണു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. നമ്മുടെ വേൻ ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയിന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ വിശേഷിച്ച് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ 2 സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞതിന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു.
താങ്ങ പുലിച്ച് കർത്താവേ ഒന്ന് പതുക്കനെ കിടത്തടാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്റെ സ്ഥിതി. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് ഈ കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാൻ? അയ്യോ എടാ, പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചാ. ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീണ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എടാ, എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രി ആകണ്ടെന്ന് ഞാൻ നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തെളിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ് അങ്ങനെ നോവാൻ വഴിയിൽ പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവനാ ഹിന്ദി പറയുന്നത് കേട്ട ഒരുപക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രൂപ്പ് നടത്തിയ ഞാൻ RIP ആയിപ്പോവും. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുമായിരുന്നു. സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായി സിന്ദാബാദ്. ഇപ്പൊ തന്നെ നീ വന്നത് നന്നായി. അതുകൊണ്ട് ഒരാളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷെ നീ പറയുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടായാൽ ആദ്യം പോകുന്നത് നിന്റെ തലയായിരിക്കും. ഞാൻ കലാദർശനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പൊ ഞാൻ വേറെ ട്രൂപ്പ് തുടങ്ങി. വർഷങ്ങളോളമായി നടത്തിവരുന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്ത ആരെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവന്മാരെ തകർക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് കാസിം ഭായി പറഞ്ഞ എന്ത് വേണേ ഞാൻ ചെയ്യാം. ശരി, നിങ്ങളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. കലാദർശനയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം. കേറിക്കോ. നിക്ക് നിക്ക്, എങ്ങോട്ടാ? ഇവിടെ ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് പോരാഞ്ഞിട്ട് ഇനി രണ്ടാളും കൂടെ റോഡിനുള്ള ചുറ്റാൻ പോവാ? അല്ല, ഒരുമിച്ച് പോയാൽ ആരെങ്കിലും കാണും. സാബു പൊയ്ക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. അല്ല, സാബു സാറോ എന്താ ഇവിടെ? ദുബായിൽ നിന്നൊക്കെ എത്ര വട്ടം ഇങ്ങോട്ട് പോന്നോ? ഓ, ദുബായിലെ കാറ്റ് ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇല്ലോടാ ഫ്ലിക്സ്. എങ്ങനെ ഇഷ്ടപ്പെടാനായിട്ടായ മാളിയേക്കൽ ചെറിയാച്ചന്റെ മകൾ സന്ധ്യയുടെ ഉള്ളപ്പോ മിമിക്രി സാർ എങ്ങനെയാ ദുബായി താമസിക്കുന്നത്? നീയാണ് കൂട്ടിക്കൊടുക്കുകാരി എന്ന് തുടങ്ങി ഈ പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. മിസ്റ്റർ ഫ്രെഡറിക്, ഞാൻ നോക്കി നിൽക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. സന്ധ്യയെ കൊണ്ടുപോകുന്നത് അവളുടെ ആംഗ്ലമാരാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. വാടിയുടെ സന്ധ്യ പുറത്തു പോകുമ്പോ ഒരു കണ്ണ് വേണമെന്ന് ആന്റിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു. പോയിട്ടൊന്ന് നോക്ക്. എന്നതാടാ ഇതിനൊക്കെ കാരണക്കാരൻ ഈ അച്ചായന. ആമാർ ഓഫീസിൽ വന്ന് കരഞ്ഞ് മിമിക്രി കാണിച്ചപ്പോ അച്ചായൻ അതങ്ങ് വിശ്വസിച്ചു. മനസ്സിലായില്ലേ? സാബു ദുബായി പോയില്ലാന്ന്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി ഇവളെ ഇവിടെ നിർത്തിയാൽ അത് അപകടമാണ്. തൽക്കാലം അവളെ ബാംഗ്ലൂർ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കല്യാണവും നമുക്ക് അവിടെ വെച്ച് നടത്താം. നീ എന്നതാടാ ഈ പറയണേ? നമ്മൾ അവനെ പേടിച്ച് അവളെ നാട് കടത്തി കല്യാണം കഴിപ്പിച്ചു നാട്ടുകാരറിഞ്ഞ അതിന്റെ മാനക്കേട് എനിക്കാ. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഒരു വാശിയാ. ഇവിടെ വെച്ച് നടത്തിയാൽ അവന്മാർ വന്നു വല്ല അലമ്പം ഉണ്ടാക്കിയാൽ അതിൽ പരൊരു മാനക്കേട് വരാനില്ല. അന്ന് അവന്റെ ശവമായിരിക്കും. മാളിയേക്കൽ കുഞ്ഞഗസ്തിയുടെ മകൻ ചെറിയാച്ചൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞഗസ്തിയുടെയും ചെറിയാച്ചന്റെയും മഹത്വമൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. മാനക്കേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവളെ ബാംഗ്ലൂരിലോട്ട് അയക്കണം. അല്ലയോ ഫിലിക്സ്? പിന്നല്ലായോ? ആ, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. അടുത്ത ഞായറാഴ്ച ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചേടാ ഫിലിക്സ്. ഹലോ, കരയാതെ മോളെ. ഒരു ടിക്കറ്റ് വേണം. സന്ധ്യ ഉണ്ണി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ആരാ? ഞാൻ ഇവിടെ. അമ്മേ, പിന്നെ ഇത് ലത കലാദർശനയിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. എന്താ ലത ഇത്?
ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. അമ്മയുടെ കത്ത് വന്നിരുന്നു, നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്താ വിശേഷിച്ച്? ഞായറാഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. ആള് മസ്കറ്റിലാ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് എല്ലാം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലതയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. പ്രായമായ അമ്മ, സഹോദരിമാർ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ലതയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്നേഹിക്കാൻ ആരുടെയും അനുവാദം ചോദിക്കാത്ത മനസ്സിന് പറ്റിയ തെറ്റായിരിക്കാം. വേദനയോടെ ആണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ലത അമ്മയെ അനുസരിക്കണം. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഉണ്ണിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മോളെ, ചെറുപ്പം മുതലേ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചവനാ എന്റെ ഉണ്ണി. അവനു വേണ്ടി അവനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരമ്മയെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല മോളെ. വിവാഹപ്രായമായ 2 പെൺമക്കൾ ഇനി ഈ വീട്ടിലുണ്ട്. അവരുടെ കൂടെ ഒരാൾ കൂടി കഴിയാൻ ഇവിടെ ഇടമുണ്ടാവും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃത്യം 12 മണി. കാർ ആ ഭാഗത്തുണ്ടാവും. പൊയ്ക്കോളൂ. അവിടെ ഒന്നും കണ്ടില്ല സാർ. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. കണ്ടില്ലേ? ജയിലിൽ ചാടി പോയവനെ കണ്ടില്ലെന്ന് പറയാൻ നാണമില്ലേ? പോയി അന്വേഷിക്കണോ? കാര്യം പറ. നിർത്ത്. ആ പോലീസുകാരൻ പിന്നെ വല്ലതും പറഞ്ഞ് പറ്റിച്ചാണ്. അതല്ല, കാസർഗോഡ് ജയിലിൽ ആടിയത്. പോക്കാനടാ.
അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാം മയ്യത്തായത് തന്നെ. അപ്പൊ നീ മലപ്പുറത്ത് മാമയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ല, അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷമം മേടിച്ചെന്ന് ഒരു സമൂഹ ഭരണം നടത്തിയ നമ്മുടെ മയ്യത്തെങ്കിലും വീട്ടിലെത്തും. നിസാമേ, നീ വേണമെങ്കിൽ ചത്തോ, നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളതാ. അച്ഛൻ അറിഞ്ഞാണോ? ഇല്ലടാ, അച്ഛനെ അറിയിക്കാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാനുള്ള നിന്റെയൊക്കെ പൂതി മനസ്സിലിരിക്കട്ടെ. നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാനത് മരത്തെ കാണും. എടാ പൊട്ട, ഈ മരത്തിലല്ല. നാളെ കണ്ണൂര് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ അറിയാതെ തലശ്ശേരിൽ ഒരു കളിയും കളിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, വീല് പോയി എന്നൊക്കെ പറയാനല്ലേ നിങ്ങളെയൊക്കെ പ്ലാൻ? അതൊന്നുമല്ല, കണ്ടോ കാസർഗോഡ് കാതർബായി ജയിലിൽ ചാടി. എന്റെ കർത്താവേ, ഞാനിതാ പോണു. ഉണ്ണി മാറിക്കൊടുക്ക, അച്ഛൻ പോയിക്കോട്ടെ. ഞാൻ പിടിക്കട്ടെ. വേണ്ട, ബാപ്പയെ കാണുന്നില്ലല്ലോ. വീണ്ടും എന്തെങ്കിലും സംഭവിച്ചോന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവിടെയുള്ള പോലീസുകാരുടെ സഹായത്തോടെയല്ലേ ഞങ്ങൾ ജയിലിൽ ചാടിയത്. ഒക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പുറത്തിറങ്ങിയ ശേഷം എന്തെങ്കിലും സംഭവിച്ചോന്നാണ്. സാർ, പോലീസ്. അകത്തേക്ക് പോക്കോ, പൊക്കോളൂ. അയ്യോ, ഇത് ഞമ്മളാണ്. പാപ്പ എന്താ ഈ വേഷത്തില്? ഇപ്പൊ മയ്യത്തായനല്ലോ. എന്താടാ ഞമ്മളെ ഈ കുപ്പായത്തിൽ കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലേ? പോലീസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ബായി എന്താ അത്ര ലേറ്റ് ആയത്? ഞമ്മള് നേരെ ജയിൽ സൂപ്പറിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് സ്മോളൊക്കെ അടിച്ചു കിടന്നപ്പം ഞമ്മള് നന്നായിട്ട് അങ്ങ് മയങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ സൂപ്പറിന് പറയാണ്, ഇത് ജയിലല്ല, നമ്മുടെ വീടാണ്. ഈ കുപ്പായം അങ്ങ് കൊടുത്തേരെ. പാവം പോലീസുകാരൻ ഡ്യൂട്ടിക്ക് പോകാൻ കുപ്പായമില്ലാതെ കാത്തിരിക്കുക. എന്തോ ഒരു നാറ്റം. അയ്യേ. എടാ പകയാ, സുഖിക്കാൻ ആരെങ്കിലും ജയിലിൽ കിടക്കുമോ? അത് നമ്മൾ സാറന്മാരെ കളിപ്പിക്കാൻ വേണ്ടി ഒരു വെടിപൊട്ടിച്ചതല്ലേ. ഇപ്പൊ എന്തായി? ഓരോ പോലീസുകാർക്കും ലക്ഷങ്ങളാ നമ്മൾ വാക്കു കൊടുത്തിരിക്കുന്നത്. പാപ്പ, ആ കലാദർശനക്കെതിരായി വേറൊരു ട്രൂപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ നമ്മുടെ കസ്റ്റഡിയിലാ. വിശ്വസിക്കാമോ? ആ, ഞാൻ വേറൊന്നുകൂടി കരുതിയാണ് അവരെ കൂട്ടുപിടിച്ചത്. വിദേശ പ്രോഗ്രാമിന് വേണ്ടി അവരെ അയക്കാം. അപ്പോ നമ്മുടെ കള്ളക്കടത്ത് സാധനങ്ങൾ ഭദ്രമായി എത്തിക്കാൻ സാധിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയും നമുക്ക് കുറച്ചു നാളത്തേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റാം. പോലീസുകാരല്ലേ, കാശ് വാങ്ങിയിട്ട് ഈ പകയന്മാരുടെ മനസ്സ് മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. കലാദർശനയുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഗിമ്മിയിൽ നിന്നും കാത്തിയും കളക്ട്. നമ്മൾ ഇത്രയും നാളും ബിസിനസ് ചെയ്തിട്ടും കസ്റ്റംസ് കയ്യിൽ കുടുങ്ങിയിട്ടില്ല. ഡയമണ്ട്സോ പണമോ പോയതിൽ നമുക്ക് സങ്കടമില്ല. നമ്മളെ പിടിച്ചു കൊടുത്തതിലാണ് വിഷമം. ആ അച്ഛനും അവന്മാരും കൂടി നമ്മളെ ശരിക്കും പൂട്ടിക്കളഞ്ഞു. സൂക്ഷിച്ചില്ലേ ഏത് സമയത്ത് നമ്മൾ അകത്ത് പോയത്? അത് ശരിയാ എന്ന് കരുതി നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. ബായ് എന്താ ഈ പറയുന്നത്? ജയിലിൽ ചാടി വന്നത് നമ്മളിങ്ങനെ ഇവിടെ ഒളിച്ചിരിക്കാനാണ്? എടാ അമുക്കേ, ഈ കാതർബായി ഒളിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവന്മാരെ പൂട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വന്നത് മിമിക്സിന്റെ ഒരു ഗൾഫ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനാണ്. എന്നാണ്? പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അടുത്ത 15-ാം തീയതി തന്നെ പുറപ്പെടണം. ഓ, അതിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് വിസയൊക്കെ കിട്ടുമോ? അതെല്ലാം ഞങ്ങളുടെ കമ്പനി റെഡിയാക്കിക്കൊള്ളും. പിന്നെ ബോംബെ വരയ്ക്കും കപ്പലിലായിരിക്കും യാത്ര. അതെന്താ, ബോംബെ വരെ തീവണ്ടിയും ബസ്സൊന്നും ഓടുന്നില്ലേ? അതല്ല, ഞങ്ങളുടെ കമ്പനി വക ഒരു ഷിപ്പ് ബോംബെക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാരും കൂടിയുള്ള യാത്ര സുഖകരമായിരിക്കല്ലോ എന്ന് ഓർത്താ. വിരോധമില്ല, പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ അച്ഛൻ പ്രോഗ്രാമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ ഞാനിപ്പോ അഡ്വാൻസ് തരാം. അതൊക്കെ എന്താന്ന് പറഞ്ഞേക്കാം. എന്നാ വെക്കട്ടെ. പിന്നെ വളരെ ഉപകാരം കേട്ടോ. എന്താടാ? സന്ധ്യയുടെ ആന്റി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ആരും അറിയാതെ സന്ധ്യ എന്റെ അടുത്ത് എത്തിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഇനി ആ തടിയന്മാരെ കൊണ്ട് നിന്നെ തല്ലിക്കാനുള്ള വല്ല പരിപാടി ആയിരിക്കും. അല്ല, അവർ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ബാംഗ്ലൂർക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സന്ധ്യ എന്റെ അടുത്ത് എത്തിക്കാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുക. ഉറപ്പാണോ? ഉറപ്പാ. വാ. സന്ധ്യേ, മോളെ സന്ധ്യേ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് കാര്യമില്ല. എഴുന്നേക്ക്, ഞാനൊന്ന് പറയട്ടെ.
ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. എല്ലാം നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി, അല്ലേച്ചോ? പെട്ടെന്ന് ഞാൻ ഈ പ്രോഗ്രാം പിടിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, അച്ഛന് കാശ് കിട്ടാൻ. അല്ലടാ മണ്ട, നീയൊക്കെ ചാകാതിരിക്കാൻ. ആ കാദർ ബായി പുറത്തിറങ്ങിയിരിക്കുക. 10-20 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കർത്താവ് കാണിച്ചു തന്നൊരു വഴിയായത്. നമ്മൾ തിരിച്ചെത്തുന്നതിനകം കാദർ ബായിയെ പോലീസുകാർ പിടിച്ചോളൂ. അല്ലച്ചോ, നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ? ഇതൊക്കെ എന്താ ആലോചിക്കാൻ? എന്ത് പറഞ്ഞാലും അവന് ആലോചന. കുറച്ചു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞൂടെ? അല്പം ആലോചിച്ചുണ്ട്, എന്താ കുഴപ്പം? അതെ, ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? എടാ, എന്ത് കാര്യം തീരുമാനിക്കുകയും സ്വല്പമൊക്കെ ആലോചിച്ചിട്ട് വേണമെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇതിനൊക്കെ ഞാൻ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണോ? എനിക്കിതിനുള്ള നിർത്തി. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവോ? ആവോ അച്ചോ? എന്നാലും സാരില്ല, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. വന്നേ, ഞാനും നിങ്ങളോടൊപ്പം ദുബായിക്ക് വരുന്നു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നീ ഇല്ലാതെ ഗൾഫ് പ്രോഗ്രാം എങ്ങനെ നടത്തും? എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. സന്ധ്യ അടുത്ത ആഴ്ച ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം. അതിന് അച്ഛൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഈ വിവരം അച്ഛൻ അറിയണ്ട. 6 പേരില്ലാതെ ഐറ്റം അങ്ങനെ അവതരിപ്പിക്കും? അത് ശരിയാ. ഗൾഫിൽ 1 മാസം പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ എല്ലാ ഐറ്റം അവതരിപ്പിച്ചേ പറ്റൂ. പ്രോഗ്രാമിന് പോകാൻ ഇനി സമയമുണ്ടല്ലോ. അതിനു മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒരാൾ അറേഞ്ച് ചെയ്ത് തരാം. നീ എന്തോന്നും മിണ്ടാത്തത്? നിന്നെ തനിച്ചാക്കിയിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പ്രയാസം. സന്ധ്യയുടെ ആൾക്കാര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. സാബു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ ഇനി സമയമുണ്ട്. ശരിയാ. അയ്യോ, അത് വേണ്ട. നമ്മുടെ ട്രൂപ്പിന് ആദ്യമായിട്ട് ഗൾഫിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, അത് നഷ്ടപ്പെടുത്തണ്ട. അങ്ങനെ പറഞ്ഞ എന്നാ ശരി. പിന്നെ എന്ത് കാര്യവും ലതയോടുകൂടി പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ എളുപ്പമുണ്ടല്ലോ. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ പറയുന്നു, ഈ പെയിന്റിംഗ് ഒക്കെ വളരെ ബോറായിട്ട് അച്ചോ. എന്താടോ? ഒന്നുമില്ല അച്ചോ. ഒന്നുമില്ലേ പോടോ. നിങ്ങൾ ദുബായി പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോവോ? എന്തിനാ? ഈ അറബികളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചാവുന്നതിന് മുമ്പ് ഒന്ന് നേരിട്ട് കാണണം അച്ചോ. താൻ്റെ അമ്മയ്ക്ക് അറബിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. മതി അച്ചോ. മരിക്കുന്നതിന് മുമ്പ് താണ്ടമ്മ ചേച്ചിട്ട് ഒരു ആഗ്രഹമല്ല അച്ചോ, അതങ്ങ് സഹായിച്ചു കൊടുക്കച്ചോ. ആ നോക്കാം. ഓ മമ്മൂട്ടി, ഓ നീ മരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണോ നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് നരകത്തിൽ പോകുന്നതാണ് അച്ചോ ഇഷ്ടം. അതെന്താടാ മമ്മൂട്ടി? അവിടെ ആവുമ്പോ അച്ഛനും കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞമ്മന്റെ ഐഡിയ? അവന്മാരുടെ അവസാനത്തെ പ്രോഗ്രാം. അച്ഛനും കൂട്ടരും 15-ാം തീയതി രാവിലെ 10 മണിക്ക് ജെട്ടിയിലെത്തും. ഷിപ്പ് പുറംകടലിലാണ് കിടക്കുന്നതെന്ന് വേണം അവരോട് പറയാൻ. ജെട്ടിയിൽ നിന്നും ബോട്ടിൽ ഷിപ്പിനടുത്തെത്താൻ 1 മണിക്കൂർ എടുക്കും. ഒരു 45 മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം ക്ലീൻ ആയിരിക്കും. ഒരു പൊട്ടിത്തെറി, ഒരുത്തിന്റെ പൊടി പോലും കാണില്ല. കാസിം, എന്താ ബാപ്പ? ബോട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു പൊട്ടിത്തെറിയുടെ കാര്യം ഒരു കാരണവശാലും ബോട്ടിലെ ജീവനക്കാർ അറിയരുത്. അത് ശരിയാ. മാത്രമല്ല നമ്മുടെ ആൾക്കാരും തന്നെ അവരോടൊപ്പം ബോട്ടിൽ കയറണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല. ഏതോ നിസാര വഴക്കിന്റെ പേരിൽ അവരെ കള്ളക്കടത്തുകാർക്ക് ഒറ്റുകൊടുത്ത നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എടാ, ഒന്നുമില്ലെങ്കിലും വർഷങ്ങളോളം ഒരേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ നിങ്ങൾ? വർഷങ്ങളോളം അതേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന എന്നെ പറഞ്ഞു വെച്ചപ്പോ ഈ സെന്റിമെന്റ്സ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. ജിമ്മി, നിനക്ക് അവിടെയാ തെറ്റുപറ്റിയത്. ഒരു കലാകാരൻ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് പഠിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നിനക്ക് തോന്നുന്നുണ്ടോ നീ പിരിഞ്ഞു പോയതിൽ അവർക്ക് വിഷമമില്ലെന്ന്? അതെ, സാബു ഒരു ദിവസം എന്നോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. എന്തൊക്കെയായാലും നീ ഇപ്പൊ ചിന്തിക്കുന്ന ക്രൂരതയാണ്. അത് കേട്ടപ്പോ എനിക്ക് വേദനിച്ചില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത ഇവർ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നതാ. എന്നാ എങ്ങനെയെങ്കിലും നമുക്ക് അവരെ രക്ഷിക്കണം. ഓഹോ, അപ്പൊ രക്ഷപ്പെടുത്താൻ വന്നാണല്ലേ? മുമ്പ് കലാദർശനയുടെ പേരും പറഞ്ഞ് യുവദർശന പരിപാടി നടത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ദുബായ് പകരത്തിന് കളിക്കാമെന്നുള്ള നിങ്ങളുടെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നിങ്ങളുടെ ട്രൂപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി കാദർബായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്ലാനാണിത്. അതിനേക്കാൾ യുവദർശന ആസൂത്രണം ചെയ്ത പ്ലാൻ എന്ന് പറയുന്നതല്ലേ നല്ലത്? കലാദർശനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച് നടന്നവനല്ലേ നീ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റിമെന്റ്? ഇതിനേക്കാൾ കൂടുതൽ സെന്റിമെന്റ് ശരി കളിക്കാൻ അറിയാം. ഉണ്ണി പ്ലീസ്, ഞാൻ പറയുന്നത് മാറി ജിമ്മി. അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന ജിമ്മിക്ക് ആരോട് വഴക്കൊന്നുമില്ല. നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. അവനോട് പറഞ്ഞേര്, കലാദർശിയെ തോൽപ്പിക്കാൻ ഈ വക അടകൊണ്ടൊന്നും പറ്റൂലെന്ന്. എന്റെ ദൈവമേ, ഇനി എങ്ങനെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുക?
എന്റെ പെങ്ങളും സാബു എവിടെയെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേടാ? എനിക്കറിയില്ല.
അച്ഛനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്, പാടിക്കോട്ടെ. അച്ഛന്റെ മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഫാദർ തറ 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 തറ, ഫാദർ തറ 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 തറ, ഫാദർ ഫാദർ തറ കണ്ടം കണ്ടം, ഫാദർ തറ 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 കണ്ടം കണ്ടം കണ്ടം. മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട്. ഒന്നുമില്ല അച്ഛൻ. എന്താ 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 ഒന്ന് നിർത്താവേ, ഒന്ന് നിൽക്കേ, പറയുന്നതിലേക്ക് പരിപാടിയായിട്ട് വന്നിരിക്കാം. എന്താ ഞാൻ പറയുന്നത് അച്ഛോ, ഞാനിവിടെ ഉണ്ട് മോനെ. കാര്യമൊക്കെ പിന്നെ പറയാം. ഓട്ടി കരക്കരിപ്പിക്കും. വേഗം പോട്ടെ, വേഗം 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 ഓട്ടെ. മതി മതി മതി. ഓരുമ്പോ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ. ആര് കേൾക്കാൻ? ഇറങ്ങിക്കോ. अच्छा, बहुत अच्छा. तुम सबका लाश का इंतजार था. अब मजा आएगा. जिंदा तो मिला. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ ശവവും കാത്താണ് ഞാൻ ഇവിടെ നിന്നതെന്ന്. ബുദ്ധിമുട്ടുണ്ട് കാസിം ഭാई. हमें भी अच्छी तरह हिंदी मालूम है. हमें भी तुम्हें जिंदा चाहिए. अब शुरू होगा असली खेल. हम मिमिक्री आर्टिस्ट ही नहीं, हमें कराटे कुंग फू भी आता है, समझे?
കാച്ചുംബായി ഹിന്ദി സിനിമയിലെ ദേവാനന്ദിന്റെ ഇടി കണ്ടിട്ടുണ്ടോ? എന്താ അവനോട് സ്ത്രീയുമായിട്ടുണ്ട് നിന്റെ ജീവിതമായ അവനോട് സ്ത്രീയുമായിട്ടുണ്ട് നിന്റെ ജീവിതമായ ശരി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലല്ലേ നീ ചെറിയൊരു നേരത്തെ കൊണ്ടുപോയി കുഴിച്ചിട അന്തികുദാശൊക്കെ ഞാൻ കൊണ്ടുവന്നാ മോനെ ഞാൻ കൊണ്ടുവന്നുള്ള ഓരോരുത്തരെ
എന്നോട് ക്ഷമിക്കണം അച്ഛൻ. ഒന്നും വേണമെന്ന് കരുതിയായിരുന്നില്ല. സാരമില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും പിരിഞ്ഞു പോണ്ട. ഇല്ല അച്ഛോ, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ജിമ്മി, നീ പോകരുത്. ഇല്ല സാബു. അല്ല ജിമ്മി, ജിമ്മി ഞങ്ങളോട് ഉണ്ടാവണം. ജിമ്മി, പ്ലീസ്. ഞാനാ പറയുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയോ തെറ്റുകൾ മനസ്സറിയാതെ ചെയ്തു പോയി. കർത്താവിന്റെ നാമത്തിൽ അച്ഛനത് ഓർക്കണം. അപ്പോ ഞാൻ വരട്ടെ അച്ചു? പാടില്ല. നിങ്ങൾ ആരും തന്നെ പിരിഞ്ഞു പോണ്ട. ഇന്നു മുതൽ 2 ട്രൂപ്പ് ഇരിക്കട്ടെ. രണ്ടും കലാദർശനയുടെ പേരിൽ നിന്ന് മാത്രം. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. അതിനു മുമ്പ് ഒരു സി ആണ്. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താ കല്യാണം വേണ്ട. സാബുണ്ട് വന്നേ. സന്ധ്യ വരൂ. അടുത്ത പ്രോഗ്രാമിന് മുമ്പ് നമുക്ക് ഇവരുടെ വിവാഹം നടത്തണം. എന്താ വരുന്നു കോമാളി? സാബുവിന്റെ കല്യാണത്തിന് അഡ്വാൻസ് ആയി എന്റെ സമ്മാനം. വേണ്ട, ഇതേപോലെ ഒരു പാവ എടുത്തോണ്ടെന്ന് നീ കുറെ നാൾ നമ്മളെ വെള്ളം കുടിപ്പിച്ചതാ. ഇതങ്ങനത്തെ പാവയല്ല. വേണ്ട വേണ്ട, പാവ കൊണ്ടുള്ള ഒരു കളിയും വേണ്ട. അല്ല പറയണേൾക്ക്. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അച്ഛോ. എന്റെ കർത്താവേ, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ കുരിശു വരയ്ക്കടാ. എന്റെ ദൈവമേ,